ശ്രീ സുരേഷ്, ഇവിടെ താങ്കൾ നേരത്തെ പറഞ്ഞു പല സ്ഥലങ്ങളിൽ നിന്നും ഇത് ശംഖുവരയനാണോ എന്ന സംശയത്തിൽ പേടിയിൽ ആളുകൾ വിളിക്കുന്ന കാര്യം. ശംഖുവരയനെ അങ്ങനെ നിങ്ങൾ കാര്യമായി ക്യാച്ച് ചെയ്യാറുണ്ടോ? ശംഖുവരയൻ നമ്മുടെ ഈ അണലി, മൂർഖൻ, രാജവെമ്പാല അല്ലെങ്കിൽ ചേരാ നീർക്കുൽ എന്ന് പറയുന്ന പോലെ അത്രയും കോമണായ പാമ്പാണോ കേരളത്തിൽ? അതിന് ഞാൻ എടുത്തു ചോദിക്കാനുള്ള കാരണം അതിന്റെ കടി കേൾക്കുന്ന കാര്യം നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ എന്ത് ഭീകരാവസ്ഥയാണത്? നല്ല ഡോക്ടർ ജിയുടെ ബൈറ്റ് കറക്റ്റായിരുന്നു. ഡോക്ടർ ജി പറഞ്ഞ പോലെ ശംഖുവരയൻ പാമ്പിൻ്റെ കടി വളരെ ഷാർപ്പായിട്ടുള്ള വളരെ ചെറിയ ബലാണ്. കടിയേറ്റാൽ വേദന ഉണ്ടാവില്ല, അവിടെ നീര് വെക്കത്തില്ല. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുകയില്ല. ഉറക്കത്തിലാണെങ്കിൽ നമുക്ക് ഒരിക്കലും നമുക്കത് അറിയാൻ പറ്റില്ല. നമുക്ക് ഇന്ന സ്ഥലത്ത് കടിച്ചു തന്നെ. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കൊതു കടിച്ചാൽ പോലും നമ്മൾ രാത്രി അറിയുന്നവരാണ്. ചില സാഹചര്യം നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോയാൽ ശംഖുവരയൻ പാമ്പിൻ്റെ കടിയേറ്റാൽ അറിയാൻ പറ്റില്ല. പിന്നെ നമുക്ക് എന്താ പറയുക, ശംഖുവരയൻ പാമ്പിനെ എനിക്ക് തോന്നുന്നു എൻ്റെ ഈ 39 വർഷത്തെ സർവീസിനിടയിൽ ഞാൻ ഏകദേശം 250-300 ശംഖുവരയൻ പാമ്പിനെ പിടിച്ചിരിക്കുകയാണ്. കാരണം ഞാൻ 14 ജില്ലകളിലും പണ്ട് സഞ്ചരിച്ചിരുന്നു. അപ്പോൾ 14 ജില്ലകളിലും സഞ്ചരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ഈ മേഖലയിൽ നിന്നൊക്കെ എനിക്ക് കൂടുതലും ശംഖുവരയൻ പാമ്പിനെ കിട്ടിയിട്ടുള്ള കിണറ്റിൽ നിന്നാണ്. കിണറുകളിനകത്ത് പിന്നെ വീട്ടിനകത്ത് നിന്നൊക്കെ അപൂർവം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഈ അടുത്ത കാലത്താണ് എനിക്ക് തോന്നുന്നത് ഒരു ആറ്റിങ്ങൽ ചെറിയൻകീഴ് ഭാഗത്താണ് ഒരു വീട്ടിനകത്ത് നിന്ന് ഇങ്ങനെ ബേസ്മെൻറ്റിൻ്റെ അടിയിൽ കൂടെ 2 ശംഖുവരയൻ പാമ്പ് 2 പേര് ഒരുമിച്ച് ഇങ്ങനെ തല പൊന്തിച്ച് വരികയും അങ്ങനെ ഞാൻ ആ പൊളിച്ചെടുക്കുന്ന സമയത്ത് ആ ഹോള് വെളിയിലേക്ക് ഉണ്ടായിരുന്നു. 2 പേരെ എനിക്ക് വെളിയിൽ നിന്ന് പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ കോമൺ ക്രൈറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ രാത്രി മാത്രം സഞ്ചരിക്കുന്നവർ പകൽ ഒരു കാരണവശാലും പിന്നെ കാണാൻ സാധ്യത. കിണറ്റിനകത്ത് അകപ്പെട്ടാൽ മാത്രം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ മാത്രം പകൽ കാണാൻ കഴിയുന്ന ഒരു പാമ്പാണ് ശംഖുവരൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കോമൺ ക്രൈറ്റ് എന്നറിയപ്പെടുന്ന വെള്ളിക്കെട്ടൻ എന്ന് നമ്മൾ പല പേരിൽ ശംഖുമാല എന്ന് പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റ് മരണം നമുക്ക് സാധാരണ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് നമുക്ക് ഈ അടുത്ത കാലത്ത് നമ്മുടെ കോരാണിക്കടുത്ത് ഒരു അമ്മ പകൽ നടന്നു പോയ അമ്മയ്ക്ക് അണലിയുടെ കടിയേറ്റ് മരണപ്പെട്ടത് അണലിയുടെ കടിയായിരുന്നു. വളരെ ഭീകരമായിരുന്നു ആ കടി. ഞാൻ നേരിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു, കണ്ടിരുന്നു. കാലൊക്കെ ഭയങ്കരമായിട്ട് നീര് വെച്ച് കാലെല്ലാം കയറി എന്തായാലും 7 ദിവസം കഴിഞ്ഞാണ് അമ്മ മരണപ്പെട്ടത്. ഇപ്പം നമുക്ക് 4 ദിവസങ്ങൾക്ക് മുന്നേ കോഴിക്കോട് 2 വയസ്സുള്ളൊരു മോൾക്ക് വീട്ടിൻ്റെ മുറ്റത്തുനിന്ന് ഹംബിനോസർ പിറ്റ് വയ്പ്പിൻ്റെ കടിയേറ്റ്. 2 ദിവസമല്ല 8 ദിവസങ്ങൾക്ക് മുന്നേ കടിയേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ആ പാമ്പിൻ്റെ ഫോട്ടോ അയച്ചു. അവർ ആ മോൾ ICUയിൽ കിടക്കുന്നതൊക്കെ ഫോട്ടോ വീഡിയോ അയക്കാൻ പറഞ്ഞ് എല്ലാം അയച്ചു. ഡോക്ടറോട് സംസാരിച്ചു. ആ മോളിപ്പോൾ ഹംബിനോസർ പിറ്റ് വയ്പ്പാണെങ്കിൽ പോലും നമുക്ക് കഴിഞ്ഞ 2024-2025 ഏകദേശം 4ഓളം പേര് കേരളത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. കോമൺ ക്രൈറ്റ് നമ്മൾ രാത്രി സഞ്ചാരി ആയതുകൊണ്ട് അധികം കാണാതെ പോകുന്നു. എന്നാൽ നമ്മൾ രാത്രി ഞാൻ പല സ്ഥലത്ത് യാത്ര ചെയ്യുന്നത് അറിയാമോ? യഥാർത്ഥത്തിൽ സാറേ ഈ ആൻറ്റിവനത്തിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ആഷ്മി സാറേ ഇതിന് യഥാർത്ഥം പറഞ്ഞാൽ ആൻറ്റിവനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെപ്പോഴും അറിയേണ്ടത് നമ്മുടെ കോമൺ ആയിട്ടുള്ള ഒരു ആൻറ്റിവനം മാത്രമേ നമ്മുടെ ഇന്ത്യയിലുള്ളൂ. നമുക്കല്ലാതെ ക്രൈറ്റിന് വേറെ, അല്ലെങ്കിൽ ഹംബിനോസർ പിറ്റ് വൈപ്പറിന് വേറെ, അല്ലെങ്കിൽ മൂർഖന് വേറെ, അണലിക്ക് പറയുന്ന ഒരു മരുന്ന് നമ്മുടെ നാട്ടിലില്ല. നമുക്ക് കോമൺ ആയിട്ടൊരു വേനം മാത്രമേ ഉള്ളൂ. ഇവൻ ഇപ്പം നമുക്ക് ഹർഷാദ് രാജവെമ്പാല കടിയേറ്റ് മരണപ്പെട്ട സമയത്ത് നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ പാലോട് നമ്മുടെ പ്രിയപ്പെട്ട വനം വകുപ്പിൻ്റെ ഒരു ജീവനക്കാരൻ രാജവെമ്പാലയുടെ കടിയേറ്റ് ട്രീറ്റ്മെൻറ്റ് ഇരുന്ന സമയത്തും, അതുപോലെ നമ്മുടെ അഞ്ചൽ റേഞ്ചിൽ ഹേമന്ത് രാജവെമ്പാലയുടെ കടിയേറ്റ് ട്രീറ്റ്മെൻറ്റ് ഇരുന്ന സമയത്തൊക്കെ കൊടുത്തത് കോമൺ ആൻറ്റിവെനം തന്നെയാണ്. ഒരിക്കലും അതിന് വേറൊരു മരുന്നില്ല. എല്ലാത്തിനും കൂടെ കോമൺ ആയിട്ടുള്ള ഒറ്റ മരുന്ന് മാത്രമേ ഇന്ത്യയിലുള്ളൂ. ഇപ്പം നമുക്ക് 2 പേര് രാജവെമ്പാലയുടെ കടിയേറ്റപ്പോൾ വെള്ളമെങ്കിൽ ആൾക്ക് വിചാരിക്കും എന്തുകൊണ്ട് അത് മരണപ്പെട്ടില്ല. രാജവെമ്പാലയുടെ കടി ചാക്കിൽ കൂടി അല്ലെങ്കിൽ സഞ്ചിയിൽ കൂടെ കിട്ടിയതുകൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെട്ടു വന്നത്. പക്ഷേ ശംഖുവരയൻ പാമ്പിൻ്റെ കടി അറിയാത്തത് കൊണ്ടാണ് നമുക്ക് മരണം സംഭവിക്കുന്നത്. അപ്പോൾ അൻവർ സാർ പറഞ്ഞ പോലെ ഞാനിത് വർഷങ്ങളായി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിന് മേളിലായി നമുക്കിവിടെ തൊഴിലുറപ്പ് അമ്മമാരൊക്കെ വന്നിട്ട്. അപ്പോൾ ആ അമ്മമാരൊക്കെ നിൽക്കുന്ന സ്ഥലത്തൊക്കെ പോയി പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ ഞാൻ പറയുന്നൊരു അവർക്കൊരു അവയർനെസ് കൊടുക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട് ഗ്ലൗസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ മുപ്പല്ലി, ഗ്ലൗസിനേക്കാളും സേഫ്റ്റി മുപ്പല്ലി. ഇപ്പോൾ നമ്മളൊക്കെ ഈ ചപ്പൊക്കെ വലിച്ച് നീക്കുന്ന മുപ്പല്ലി എന്ന് പറഞ്ഞ സാധനം ഉപയോഗിച്ച് വലിച്ചുകൊണ്ട് പോകുന്നതാണ് ഏറ്റവും സേഫ്റ്റി. പിന്നെ ഗംബൂട്ട് നമുക്കറിയാം. ഇപ്പോൾ ഈ കോരാണിക്ക് അടുത്ത് അമ്മ മരിച്ച സമയത്ത് ഞാൻ അവിടെ തൊഴിലുറപ്പിൻ്റെ ഒരു അമ്മയുടെ 150ഓളം അമ്മമാർ പങ്കെടുത്തൊരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്ത സമയത്ത് ഈ സേഫ്റ്റി ഷൂവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടുന്നത് തന്നെ തികയുന്നില്ല, ഞങ്ങൾ എങ്ങനെയാണ് സേഫ്റ്റി ഷൂ വാങ്ങിച്ചിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ കോർഡിനേറ്ററെ വിളിച്ചു, അവരോട് സംസാരിച്ചു, നിങ്ങളിത് ഇവർക്ക് വാങ്ങിക്കൊടുക്കണം. അപ്പോൾ സാറ് പറഞ്ഞ 2 കാര്യം. ഒന്ന്, മുട്ടിൻ്റെ താപ്പോട്ടാണ് കടി കിട്ടുന്നത്, അതിന് സേഫ്റ്റി ഷൂ റബ്ബർ ഷൂ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിന്നെ ശംഖുവരൻ എന്ന് പറയുന്ന പാമ്പിൻ്റെ കടിയേറ്റ് നമുക്ക് ചെറിയെങ്കിലും ഒരു ചെറുപ്പക്കാരനുണ്ട്, എനിക്ക് തോന്നുന്നു അദ്ദേഹം ഫോട്ടോഗ്രാഫറായിരുന്നു. അദ്ദേഹം രാത്രി കടയടച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് വീട്ടിൻ്റെ മുറ്റത്ത് വെച്ചാണ് ശംഖുവരൻ്റെ കടിയേറ്റ്. അദ്ദേഹം 1.5 മാസത്തോളം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന് ഒരു സൈഡ് ഒരു കൈക്ക് ഇങ്ങനെ ഒരു മരവിപ്പും ഉയർത്താനൊന്നും പറ്റാത്തൊരു സാഹചര്യം, മെമ്മറി കുറഞ്ഞിട്ട് അദ്ദേഹം ഇന്നും നമ്മുടെ ചെറിയൻകീഴ് ശാർക്കര ക്ഷേത്രത്തിനടുത്ത് ജീവിക്കുന്നുണ്ട്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഈ പത്തനാപുരത്തെ മോള്, തറയിൽ കിടന്നുറങ്ങിയ മോള്, അങ്ങനെ ഒരുപാട് പാമ്പ് കടിയേറ്റ്. ഇപ്പോൾ നമുക്കറിയാം കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുന്നേ കട്ടിലിൽ കിടന്നിറങ്ങിയ കുഞ്ഞിന് ശംഖുവരയൻ പാമ്പിൻ്റെ കടിയേറ്റ് മരണപ്പെട്ടു. അതൊന്നും അത്ര വാർത്താ പ്രാധാന്യമായില്ല. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇന്ന് ഒരു പാമ്പിനെ ആ പാമ്പ് കടിച്ച വീട്ടിൽ നിന്ന് അൽജോയുടെ വീട്ടിൽ നിന്ന് തല്ലിക്കൊന്നു പിടിച്ചു എന്ന് പറഞ്ഞൊരു വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉറവിടം കണ്ടെത്തണമെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഉറവിടം കണ്ടെത്താൻ പാടാണ്.
നമുക്കറിയാം പറമ്പിലാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിൻ്റെ പല വീടുകളുടെ ബേസ്മെന്റ് പഴയ വീടുകളുടെ പക്ഷേ മേശരി പണി ചെയ്ത ഒരാളാണ്, വീട്ടിന്റെ കൺസ്ട്രക്ഷൻ പാറ കെട്ടിയിട്ടും ഒക്കെ പണി ചെയ്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് ശംഖുവരനൊക്കെ എത്ര കുഞ്ഞുങ്ങളുണ്ടാവുമായിരിക്കും? അപ്പോൾ അവിടെ പഞ്ചോട് മൃതദേഹം വീട്ടിൽ കൊണ്ടുവരുമ്പോഴും അതേപോലെ ശംഖുവരൻ കുഞ്ഞിനെ തന്നെയാണ് കണ്ടത്. അപ്പോൾ ഈ 10-30 ഉണ്ടാവുമോ സാറേ? എനിക്കൊരു 7 വർഷങ്ങൾക്ക് ഞാനൊരു എനിക്കൊന്നും പത്തനംതിട്ട റാന്നി റാപ്പിട്ടിന് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് വെച്ചിരുന്ന ഒരു ശങ്കുരൻ എൻ്റെ വീട്ടിൽ 3 ദിവസം വെച്ച സമയത്ത് അത് 20ഓളം മുട്ടകൾ ഇട്ടിരുന്നു. അത് വലിയ ശങ്കുരനായിരുന്നു. എനിക്ക് തോന്നുന്നത് അത് കൃത്യമായിട്ടൊരു കണക്ക് പറയാനില്ല. അതിൻ്റെ സൈസ് ഇപ്പോൾ മോർക്കൻ പാമ്പ് 14 മുട്ട ഇടാൻ പറ്റുള്ളൂ, 20 ഇടുള്ളൂ ഒന്നും ഒരിക്കലും പറഞ്ഞില്ല. 14 മുട്ടയുടെ മോർക്കൻ പാമ്പ് ഉണ്ടായിട്ടുണ്ട്, 20 ഇട്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഒരു കണക്കിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടത് 10 ഇടുള്ളൂ അല്ലെങ്കിൽ 20 ഇടുള്ളൂ എന്ന് ഒരിക്കലും നമുക്ക് പറയാം. സൈസ് പാമ്പിനെ കണ്ടാൽ എൻ്റെ സൈസ് അനുസരിച്ച് അതിൻ്റെ ഗ്രോത്ത് അനുസരിച്ച് നമുക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ എത്ര ഉണ്ടാവുമെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ വീട്ടിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് 2, 3, 4 കണ്ടു എന്ന് പറഞ്ഞാൽ അത് അവിടെ ഇനി ബാക്കി ഉണ്ടാവണം നിർബന്ധമില്ല. ചിലപ്പോൾ അത് ബാക്കി മുട്ടകൾ കേടായി പോകാം, ചിലപ്പോൾ ബാക്കി മുട്ടകൾ ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെട്ടു പോകാം, ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പോൾ എല്ലാ മുട്ടയും വിരിയണമെന്ന് നിർബന്ധമില്ല, എല്ലാ കുഞ്ഞുങ്ങളും സർവ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇതൊക്കെ കുറേ ചിലപ്പോൾ 1-2 രക്ഷപ്പെടും, ചിലപ്പോൾ 10 കുഞ്ഞുങ്ങളുണ്ട്, ചിലപ്പോൾ 2 രക്ഷപ്പെടും. ബാക്കി ഏതെങ്കിലും രീതിയിൽ സന്ധ്യയ്ക്ക് ഇറങ്ങുമ്പോൾ മൂങ്ങ എന്നുള്ള സാധനം ആ ജീവി പിടിക്കാം. അല്ലെങ്കിൽ പാമ്പുകൾ തന്നെ ഭക്ഷിക്കും. ഇപ്പോൾ ശങ്കുരൻ പാമ്പ് മറ്റു പാമ്പുകളെ ഭക്ഷിക്കുന്നൊരു പാമ്പാണ്. ഒരിക്കലും രാജവെമ്പാല മാത്രമല്ല പാമ്പുകളെ ഭക്ഷിക്കുന്ന പാമ്പ്, മൂർഖൻ മറ്റു പാമ്പുകളെ ഭക്ഷിക്കുന്നു, ചേരയെ ഭക്ഷിക്കുന്നു. അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പ്രോഗ്രാമിൽ. അപ്പോൾ ഇതും അതുപോലെയാണ്, പരസ്പരം കഴിക്കുന്ന, പരസ്പര പൂരകങ്ങളെന്ന് അറിയപ്പെടുന്നത് പരസ്പരം കഴിക്കുന്ന ജീവിയും കൂടിയാണ്. ഇപ്പോൾ 2 കണ്ടു എന്ന് പറയുന്നത് വലിയ രീതിയിൽ അവരെ പേടിപ്പിക്കാതിരിക്കുന്നതാണ്. ഇനി ഉണ്ടാവും എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അവരിനി ആ വീട്ടിൽ താമസിക്കാത്തൊരു സാഹചര്യം. ഇപ്പോൾ ഞാൻ ഈ പേയാട് വീട്ടിൽ പോയപ്പോൾ അവരെ വീട് മാറിപ്പോയി, വീട്ടിനകത്ത് 3 മൂർഖൻ്റെ കുഞ്ഞുങ്ങളെ കിട്ടിയപ്പോൾ എവിടെ നിന്ന് കിട്ടിയെന്നവരോട് ഇനി ആരെങ്കിലും കൊണ്ടിട്ടതാണോ എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ ഇങ്ങനെ വന്നപ്പോൾ അവർക്കൊരു സംശയമായി. അപ്പോൾ അവരുടനെ അവിടെ നിന്ന് മാറി നിന്നിട്ട് വിളിച്ച് ഞാൻ പോയി എൻ്റെ ഉറവിടം വരുന്ന വഴി കണ്ടുപിടിച്ച് അതങ്ങ് MC-യിൽ വെച്ച് സീൽ ചെയ്തു. ഇപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല, അത് അടുത്ത പറമ്പിലേക്ക് പോകുന്നു. ഇതിപ്പോൾ 2 കിട്ടിയെന്ന് പറഞ്ഞ് ഇനി വേറെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഇവരുടെ പറമ്പിൻ്റെ അടുത്ത് മതിൽക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ മതിൽക്കെട്ടിനകത്ത് നല്ല തണുപ്പുണ്ടെങ്കിൽ അതിനകത്താണോ ഇനി അവിടെ നിന്ന് സന്ധ്യയ്ക്ക് കയറി വന്നതാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. അതുപോലെ ഈ വീട് മോൻ കിടന്നുറങ്ങിയ സ്ഥലത്ത് ജനലിനോട് അടുത്താണോ കിടന്നത്, ജനലിൻ്റെ പുറത്ത് വിറകോ എന്തെങ്കിലും അടുക്കി വെച്ചിട്ടുണ്ടോ? സ്ഥാനത്ത് അൻവർ സാർ പറഞ്ഞ പോലെ ഈ വള്ളിപ്പടർപ്പുകൾ എന്താ പറയുക പടർന്നു പോകുന്നുണ്ടോ, പടർത്തിയിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ നമ്മൾ ആൾക്കാർ ഒരുപാട്. ഇപ്പോൾ ഗോവയ്ക്ക എന്ന് പറഞ്ഞ സാധനം, അതുപോലെ ഫാഷൻ ഫ്രൂട്ട്, അതുപോലെ പടവലം, പാവൽ, ഇതൊക്കെ നമ്മുടെ നാട്ടുകാർ വീട്ടിനോട് ഇപ്പോൾ വീട്ടിൻ്റെ എത്ര വീട് നല്ല പുതിയ വീട് വലിയ വീടാണെങ്കിൽ അവർ ക്ലാമ്പിലേക്ക് കയറ് കെട്ടിയിട്ട് അതിനെ പടർത്തി വിടുന്നു. അതൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞ പോലെ ഒന്ന് ക്രോപ്പ് ചെയ്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മരത്തിലോട്ടോ വീട്ടിനോട്ട് കെട്ടാതെ വേറെ മരത്തിലോട്ട് പടർത്തി വിടില്ല. അങ്ങനെയൊക്കെ ചെയ്തത് നമുക്ക് കുറച്ചൊരു സേഫ്റ്റി ആയിട്ട് നമുക്ക് അടുത്ത തലമുറയിലെ കുഞ്ഞുങ്ങളെ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ഏറ്റവും വലിയ ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ 7 കുട്ടികളുടെ കളിക്കോപ്പുകൾ കരിക്കാത്തുനിന്ന് അവസാനം കഴിഞ്ഞ ആഴ്ച എടുത്തതുൾപ്പെടെ 7 പുതിയ രീതിയിലുള്ള കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾക്ക് അകത്തുനിന്ന് വീട്ടിന് വെളിയിലിരിക്കുന്ന കളിപ്പാട്ടം എടുത്ത് രാത്രി എടുത്ത് വീടിനകത്ത് കൊണ്ട് വയ്ക്കുന്നു. അപ്പോൾ വെളിയിൽ കിടക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഇഴജന്തുക്കൾ ഇരിക്കുന്നു, അത് വീടിനകത്ത് കൊണ്ട് വയ്ക്കുമ്പോൾ വീടിനകത്ത് ഇറങ്ങുന്നു. അങ്ങനെ 7 ചെറിയ കളിക്കോപ്പുകൾ പൊളിച്ച് അതിനകത്തുനിന്ന് ഞാൻ പാമ്പ് അതിഥികളെ എടുത്തു എന്നുള്ള ഈ ഒരു 1.5 മാസത്തിനിടയിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പാമ്പുകൾ വീട്ടിനകത്തേക്ക് വരും. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഏതെങ്കിലും പറമ്പിൽ തുണിയുണ്ടോ അത് ഉണക്കാനിടുന്നെങ്കിൽ അങ്ങനെയും വരാം. അല്ലെങ്കിൽ ഇടയ്ക്ക് നമ്മൾ രാവിലെ എന്തെങ്കിലും സാധനം ഇപ്പോൾ ഗ്യാസ് കുറ്റി കൊണ്ട് വെളിയിൽ നിന്ന് എടുത്ത് വെളിയിൽ കൊണ്ട് വെച്ചു 3-4 ദിവസമായി നമ്മൾ എടുത്ത് വീടിനകത്ത് കൊണ്ട് വെക്കുന്നു, അതിൻ്റെ അടിയിലിരുന്ന് വരാം. നമ്മളറിയാമല്ലോ കഴിഞ്ഞ ആ കൊറോണ കഴിഞ്ഞ സമയത്ത് ആയൂരെടുത്ത് ഒരു അമ്മ ഗ്യാസ് കുറ്റി കൊണ്ട് വീടിനകത്ത് വെച്ചപ്പോൾ ഗ്യാസ് കുറ്റിയുടെ അടിയിൽ നിന്ന് ഒരു പാമ്പിറങ്ങി വന്ന് അമ്മ കാലുകൊണ്ട് തട്ടി, അണലി കുഞ്ഞായിരുന്നു, കടിച്ചു. വീട്ടിൽ ആളില്ലായിരുന്നു. വൈകുന്നേരത്താണ് മക്കൾ വന്നപ്പോൾ കൂടുതലായിരുന്നു, അമ്മയ്ക്ക് നീരൊക്കെ വെച്ചു, അമ്മ മരണപ്പെട്ടു. അപ്പോൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ വഴിയൊക്കെ വീട്ടിനകത്തേക്ക് പാമ്പുകൾ വരും. ഇപ്പോൾ ഞാനറിയാം കോട്ടയത്ത് ആ കൊറോണ സമയത്ത് കോട്ടയത്ത് ഒരു ഫ്ലാറ്റിൽ 14ാമത്തെ നിലയിൽ നിന്ന് ചുവർപ്പാമ്പിനെ എടുത്തു, ചുവർപ്പാമ്പ് ചുരുട്ട. അപ്പോൾ നേരത്തെ റോഷ്നി അവറുകൾ പറഞ്ഞതുപോലെ ഇതൊക്കെ മേളിലേക്ക് പൈപ്പ് വഴിയൊക്കെ ഹോൾഡ് ചെയ്ത് കയറിപ്പോൾ. പക്ഷേ ഇത് ഈ 15ാമത്തെ നിലയിൽ കയറിപ്പോണെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വഴി ഇപ്പോൾ നമ്മൾ ഈ സാധനങ്ങൾ ലിഫ്റ്റ് ചെയ്ത് പോകുമ്പോൾ എന്തെങ്കിലും ബോക്സോ അങ്ങനെ എന്തെങ്കിലും പോകുമ്പോൾ ചിലപ്പോൾ അതിനകത്തൊക്കെ ഇരുന്നൊക്കെ മേളിലോട്ടൊക്കെ എത്താം. അങ്ങനെയൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപകടം കുറയ്ക്കാവുന്നുള്ളതേ ഉള്ളൂ. പിന്നെ ജനലിൻ്റെ പുറത്തൊക്കെ ഈ സാധനങ്ങളൊക്കെ കൂട്ടി വെക്കുക, ഇതൊക്കെ ഒഴിവാക്കണം. ഇപ്പോൾ നമ്മൾ പല വീടുകൾക്കും 10-15 വർഷമായിരിക്കണം വീട് വെച്ചിട്ട്. അപ്പോൾ വീടിൻ്റെ പഴയ പടികൾ, ജനൽ പടികളൊക്കെ അടിയിലെല്ലാം പൊളിഞ്ഞിരിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ പൊട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ഗ്യാപ്പ് ഉണ്ടാകും. അപ്പോൾ അവിടെയൊക്കെ വിറക് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടിയൊക്കെ കയറി വീട്ടിനകത്തേക്ക് പാമ്പുകൾ വരാനായിട്ട് സാധ്യത കൂടുതൽ. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നിന്ന് ജനലിൻ്റെ ഈ പടികൾ പൊളിച്ച് ഞാൻ ഒരുപാട് എൻ്റെ ഈ 39 വർഷത്തെ സർവീസിനിടയിൽ, ഇന്നലെയോ മെനിങ്ങാന്നോ അല്ല തുടങ്ങി 39 വർഷത്തെ സർവീസിനിടയിൽ ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് എന്തായാലും അടിയന്തരമായി ഈ കണ്ണ് വെച്ചോണ്ട് ഇപ്പോൾ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ കണ്ണ് വെച്ചുകൊണ്ട് എല്ലാ വീടുകളിലും നമ്മളൊരു സുരക്ഷാ ഓഡിറ്റ് ഇവിടെ നടത്താം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.